SFIയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടിന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ പത്തനംതിട്ട SP ആയിരുന്ന ജിയ ഹരിശങ്കർ DGPക്ക് അയച്ച റിപ്പോർട്ട് പുറത്ത്. പരാതിക്കാരനായ ക്രൂരമായി CI മധുബാബു ദേഹോപദ്രവം ഏൽപ്പിച്ചതായാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. CI മധുബാബു അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. ശ്രീരാജ്, ഇത് എന്ന് സമർപ്പിച്ച റിപ്പോർട്ടാണ്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണല്ലോ ഈ വ്യക്തിക്ക്, ഈ മുൻ SFI നേതാവിന് ജയകൃഷ്ണന് മർദ്ദനമേറ്റത്. തീർച്ചയായും പിന്നിൽ അങ്ങനെ തന്നെയാണ്. 2012 ജയകൃഷ്ണന് മർദ്ദനമേൽക്കുന്നത്. വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഈ വിഷയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിച്ച് 2016 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മധുബാബു പരാതിക്കാരനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ CI ആയിരുന്ന മധുബാബു ആവർത്തിച്ച് ചെയ്യുന്നുവെന്നും മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ പരാതികൾ മധുബാബുവിനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. CI മധുബാബു അധികാര ദുർവിനിയോഗം നടത്തി, അതുപോലെ തന്നെ അച്ചടക്ക ലംഘനം നടത്തി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മധുബാബു പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ഇതുവരെയും ഈ അന്ന് മധുബാബു ആയിരുന്ന CI ആയിരുന്ന മധുബാബുവിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ആലപ്പുഴ DYSP ആയി ചുമതലയിൽ തുടരുകയാണ്. പരാതിക്കാരനായ ജയകൃഷ്ണൻ തണ്ണിത്തോട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടും ഒരു നടപടിയും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നില്ലെന്നും അത് ആരൊക്കെയോ ചേർന്ന് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജയകൃഷ്ണൻ തണ്ണിത്തോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ 2016 തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിലെ ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ബിനിൽ, ശരി, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടാണെങ്കിൽ പോലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു മുൻ SFI നേതാവ് പറയുകയാണ്, അദ്ദേഹം തുറന്ന് എഴുതുകയാണ്, UDF കാലത്ത് തൻ്റെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു, തൻ്റെ മൂക്കിലും കണ്ണിലും ഉൾപ്പെടെ മുളക് പൊടി സ്പ്രേ ചെയ്തു, അങ്ങനെ ക്രൂരമായ മൂന്നാം മുറയ്ക്ക് ഇരയാക്കി. എന്നിട്ട് തനിക്ക് ഈ സർക്കാരിൻ്റെ കാലത്തും അല്ലെങ്കിൽ CPIM സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തുറന്നെഴുതുകയായിരുന്നു ജയകൃഷ്ണൻ തണ്ണിത്തോട്.